അമ്മാവനെ ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും കാണാറില്ലല്ലോ. തീരെ വയ്യ, കുറച്ച് നടക്കുമ്പോഴേക്കും കിതയ്ക്കും. എടോ, അമ്മാവനെ തടി കൂടുതലാ, കുറച്ചില്ലെങ്കിൽ പ്രശ്നമാ. കുറച്ചാലാ പ്രശ്നം, തടി കുറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുമടോ. അമ്മാവൻ ചത്തുപോയാൽ തനിക്ക് തന്നെ പണിയാകും. തടി കൂടിയാൽ ചാകുമോ? തടി കൂടിയാൽ പല പല അസുഖങ്ങൾ വരില്ലേ, അങ്ങനെ ചാവും. അയ്യോ, അന്നേരം പല പല മരുന്നുകൾ വേണ്ടി വരില്ലേ? വേണ്ടി വരും. അതിലും ഭേദം തടി കുറയ്ക്കാനുള്ള ഒരൊറ്റ മരുന്ന് വാങ്ങുന്നതല്ലേ. അത് ശരിയാ. അമ്മാവ, ഞാൻ പോയി തടി കുറയ്ക്കാനുള്ള മരുന്ന് വാങ്ങിയിട്ട് വരാം. വരുന്ന വഴിക്ക് വല്ല ഇറച്ചിയും കിട്ടിയാൽ കൊണ്ടുവാ, നല്ല വിശപ്പ്. ബെസ്റ്റ്. തടി കുറയ്ക്കാൻ മരുന്നൊന്നും വേണ്ട, ഭക്ഷണം കുറച്ചാൽ മതി. തിന്നുമ്പോൾ വയറ് പൊട്ടുന്നത് വരെ തിന്നരുത്. കുറച്ചു കൂടി കഴിക്കാമെന്ന് തോന്നുമ്പോൾ നിർത്തണം, അതാണ് ആരോഗ്യത്തിന് നല്ലത്. കേട്ടിട്ടില്ലേ, അല്പം മാത്രം തിന്നിടേണം, ആരോഗ്യം നിങ്ങൾ ഓർക്കേണം. ഇനിയും വേണമെന്നായാൽ നിർത്തേണം ഭക്ഷണം ക്ഷണം. കേട്ടിട്ടില്ല? ഭക്ഷണം നിയന്ത്രിക്കാൻ താൻ ഒരാഴ്ച അമ്മാവന്റെ കൂടെ താമസിക്കുന്നത് നല്ലതാ. സൂത്ര, വൈദ്യര് പറഞ്ഞതനുസരിച്ചത് കുഴപ്പമായി, അമ്മാവൻ ചാവാറായി. എന്തു പറ്റി? അമ്മാവൻ വായ വിളിച്ച് കഴിച്ചോ? അതല്ല, കുറച്ചുകൂടി കഴിക്കാൻ തോന്നുമ്പോ തീറ്റ നിർത്തണമെന്ന വൈദ്യർ പറഞ്ഞില്ലേ? പറഞ്ഞു. അതിന് ചെറിയൊരു മുട്ട അമ്മാവന് കൊടുത്തിട്ട് ഞാൻ ചോദിക്കും കുറച്ചുകൂടി കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന്. അമ്മാവൻ പറയും തോന്നുന്നുണ്ടോ എന്ന്. അന്നേരം ഞാൻ തീറ്റ കൊടുക്കുന്നത് നിർത്തും. ഒരാഴ്ച കൊണ്ട് അമ്മാവൻ ദാ ഈ കോലത്തിലായി. വിശന്ന് ചാവാറായടാ, വല്ലതും താടാ ദ്രോഹി.